പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉറവിടങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹീതമായ ഈ വചന പഠനത്തിൻ്റെ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 31 വരെയുള്ള വചനങ്ങളാണ് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇന്ന് യോഹന്നാൻ 7-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കാൻ ഒരുങ്ങുന്നു. വചനത്തിൻ്റെ അമ്മയായ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥത ഈ ശുശ്രൂഷയിൽ നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപകൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന പഠനം ആരംഭിക്കുകയാണ്. യോഹന്നാൻ 7:32. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് പരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും പരിസേയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, പരിസേയരും പുരോഹിത പ്രമുഖന്മാരും തമ്മിൽ ധാരണാപിശകുകൾ ഉണ്ടായിരുന്നു. കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ടായിരുന്നു. യോജിച്ച് പ്രവർത്തിക്കാനാകാത്ത വിധം ദൈവശാസ്ത്രപരമായി ആശയപരമായി രണ്ട് ധ്രുവങ്ങളിൽ നിന്നിരുന്ന, അകലങ്ങളിൽ നിന്നിരുന്ന ഈ മനുഷ്യർ യേശുവെന്ന നീതിമാനെതിരായി ഒരുമിച്ച് ചേരുകയും അവർ ഒറ്റക്കെട്ടായി യേശുവിനെ വധിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. തിന്മ ഒരു രൗദ്രഭാവം പൂണ്ട് തിന്മയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഒന്നാകുന്ന ഒരു അന്ത്യകാല പ്രവണതയുടെ സൂചനകളായി കൂടി നമുക്കിതിനെ വായിച്ച് എടുക്കാം. ദൈവ മക്കൾക്ക് എതിരെ, സഭയ്ക്ക് എതിരെ, യേശുവിനെ ആരാധിക്കുന്ന രക്ഷകനായി ദൈവമായി ഏറ്റുപറയുന്നവർക്കെതിരെ രൂപപ്പെട്ടു വരുന്ന ഒരു തിന്മയുടെ സംഘാതഭാവത്തെ സൂചിപ്പിക്കാൻ കൂടി, മനസ്സിലാക്കാൻ കൂടി ഈ ഭാഗം നമ്മളെ സഹായിക്കും. 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ്. 33-ാമത്തെ വാക്യം, യേശു പറഞ്ഞു, അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതിനുശേഷം ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോകും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇവിടെ യേശുവിനെ ബന്ധിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ, അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ യേശു ഇപ്പോൾ ചിന്തിക്കുന്നത് തൻ്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് മരണത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണ എപ്പോഴും യേശുവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മളിനി വായിച്ച് തുടർന്ന് വരുന്ന ഓരോ അധ്യായങ്ങളിലും പ്രകടമായി യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. അതായത് താൻ വധിക്കപ്പെടുമെന്നും അടക്കപ്പെട്ടതിന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും പിതാവിൻ്റെ അടുത്തേക്ക് ആരോഹണം ചെയ്യുമെന്നും മഹത്വത്തിൽ പിതാവിനോടൊപ്പം ആയിരിക്കുമെന്നും ഉള്ള കൃത്യമായ ധാരണകൾ യേശുവിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കർത്താവായ യേശുവിന് ഈ പ്രതിബന്ധങ്ങളെ, ഇപ്പോൾ യേശു നേരിടുന്ന പ്രതിബന്ധങ്ങളെ അനായാസമായി അതിജീവിക്കാൻ കഴിഞ്ഞത്. മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചയും കാഴ്ചപ്പാടും, മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു നോട്ടവും, ഈ ലോക വ്യവഹാര ജീവിതത്തിൻ്റെ ആയാസതകൾക്കപ്പുറത്തുള്ള നിത്യമായ നിലനിൽക്കുന്ന ഒരു കാലത്തിൻ്റെ അനായാസതയും ആണ് നമ്മളെ ഈ ഭൂമിയിൽ അനായാസമായി ജീവിക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യതയുടെ ഒരു പ്രകാശം
ഹൃദയത്തിൽ കൊളുത്തപ്പെടാത്ത ഒരാളെ സംബന്ധിച്ച് ഇഹലോക ജീവിതം വലിയ ക്ലേശങ്ങൾ നിറഞ്ഞതാണ്, ക്ലേശപൂർണ്ണമാണ്, ക്ലേശനിർഭരമാണ്. നമുക്ക് ഈ ലോകത്തിലെ ദുഃഖങ്ങളെ അതിജീവിക്കാനുള്ള പോംവഴിയും പരിഹാരമാർഗവും താൽക്കാലികമായി ഈ ലോകത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തുന്ന ഉപശാന്തികളാകരുത്. മറിച്ച് ദൈവികമായ സാന്ത്വനമാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്ക് നിലനിൽക്കുന്ന ആശ്വാസം തരുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ യേശുവിന് സംഭവിക്കുന്നത് പോലെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി താൻ ആരുടെ നന്മയ്ക്കായി കടന്നു വന്നിരിക്കുന്നോ, താൻ ആരെ രക്ഷിക്കാൻ തൻ്റെ ദൈവത്വം ഉപേക്ഷിച്ച് മനുഷ്യനായി മാറിയിരിക്കുന്നോ, ആ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൃതജ്ഞതയും നന്ദിയില്ലായ്മയും, ആ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ക്രൂരമായ പ്രതികരണങ്ങളും ഒരു സാധാരണ നന്മ നിറഞ്ഞ മനുഷ്യൻ്റെ ഹൃദയത്തെ വല്ലാതെ ഉലയ്ക്കുകയും തകർക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമാണ് യേശു കടന്നു പോകുന്നത്. ആ പശ്ചാത്തലത്തെ നേരിടാൻ യേശുവിനെ സഹായിക്കുന്നത് മരണത്തിന് ശേഷം താൻ ആയിരിക്കുന്ന മഹത്വത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. എനിക്ക് നിങ്ങളോട് ഈ എപ്പിസോഡിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഈ ലോകത്തിനപ്പുറത്തുള്ളൊരു ജീവിതത്തെക്കുറിച്ചുള്ള, നിലനിൽക്കുന്ന നിത്യമായൊരു കാലത്തെക്കുറിച്ചുള്ള ധാരണകളും ബോധ്യങ്ങളും ചിന്തകളും ഉണ്ടാകണം. ഒരു പാദം ഈ ലോകത്തിലും മറ്റേ പാദം മറുലോകത്തിലും വെച്ച് ജീവിക്കേണ്ട ആളുകളാണ് വിശ്വാസികൾ. നിത്യതയെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാതെ സുവിശേഷം നമുക്കൊരിക്കലും മനസ്സിലാവുകയില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ലോകത്തെ മറ്റേത് മനുഷ്യരെക്കാളും നിർഭാഗ്യനാണ്. നമുക്ക് ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ധാരണ, ഇതാണ് ഈശോ പറയുന്നത്. തന്നെ ബന്ധിക്കാൻ ആളുകൾ വരുമ്പോൾ അവൻ താൻ എത്തിച്ചേരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊരു കാര്യം. യേശു പറഞ്ഞു, അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അതിനുശേഷം ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോകും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ കണ്ടെത്തുകയില്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെതിരെ നിൽക്കുന്നവർക്ക് എന്നാണ്. അല്ലെങ്കിൽ ലോകം എന്ന് യോഹന്നാൻ ചിലയിടങ്ങളിൽ സൂചിപ്പിച്ച ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക്, എന്നെ സ്വീകരിക്കാത്തവർക്ക്, എന്നെ വിശ്വസിക്കാത്തവർക്ക് ഞാൻ എത്തിച്ചേരുന്ന മഹത്വത്തിൻ്റെ ഇടങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയില്ല. പക്ഷെ അതേസമയം യേശു പലയിടങ്ങളിലായി ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ ആയിരിക്കും, നിങ്ങൾ എത്തിച്ചേരും. ഒരു സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നിടത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അതാരെയാണ്? അത് അവൻ്റെ സ്നേഹിതരെയാണ്. അതായത് കൃത്യമായി മനസ്സിലാക്കാൻ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് യേശു നടത്തുന്നത്. നിങ്ങൾക്ക് ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് വരാൻ കഴിയില്ല, എന്നാൽ അതേസമയം ഞാൻ എൻ്റെ സ്നേഹിതരുടെ ഹൃദയങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഇതിനോടകം എത്രയോ തവണ, പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഓർക്കുന്നില്ലേ? ഞാനും പിതാവും അവരിൽ വന്ന് വാസമുറപ്പിക്കും, അവർ എന്നിൽ വസിക്കും, ഞാൻ അവരിൽ വസിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവരിലും വസിക്കും. അപ്പോൾ ഇതും ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള ആ ഈശോയുടെ ഉത്ഥിതമായ ശരീരത്തോടെ ഈശോ നമ്മളിൽ വസിക്കുന്ന, ഈശോ ദൈവമായി നമ്മളിൽ വസിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അപ്പോൾ നമ്മളിൽ ഈശോ, സ്നേഹിതരായ നമ്മിൽ ഈശോ ആയിരിക്കുകയും ചെയ്യും. എന്നാൽ
യേശുവിനെ വെറുക്കുന്ന ഒരു ലോകത്തിന് യേശു ആയിരിക്കുന്നിടത്ത് എത്താൻ കഴിയുകയും ഇല്ല. ഇത് മനസ്സിലാകാത്തത് കൊണ്ട് അവർ വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് തർക്കിക്കുകയാണ്. വാക്യം 35, യഹൂദർ പരസ്പരം പറഞ്ഞു, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോവുക? ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി ഗ്രീക്കുകാരെ പഠിപ്പിക്കാനായിരിക്കുമോ? യഹൂദന്മാരിൽ ചിലർ ഡയസ്പോറ ജ്യൂസ്, പ്രവാസികളായി കഴിഞ്ഞിരുന്ന യഹൂദന്മാർ ഗ്രീക്കുകാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലുണ്ടായിരുന്നു. അലക്സാണ്ട്രിയയിലും മറ്റും ഉണ്ടായിരുന്ന യഹൂദന്മാർ. അപ്പോൾ അങ്ങനെ ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർത്തിരുന്ന യഹൂദർ യഹൂദ മത ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്നവരുടെ ഇടയിൽ പോയി ഇപ്പോൾ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാകുമോ അവൻ സംസാരിക്കുന്നത് എന്ന് അവർ യേശു പറഞ്ഞ വചനങ്ങളെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കുകയാണ്. 36 വാക്യം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല എന്നും ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നും അവൻ പറഞ്ഞ ഈ വചനം എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ച് കൂടെ വരികയായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് വിവിധങ്ങളായ ആശയക്കുഴപ്പങ്ങൾ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണ്. അത് പട്ടാളക്കാരുടെ അടുത്താവട്ടെ, പട്ടാളക്കാരുടെ ഹൃദയങ്ങളിലാവട്ടെ, അധികാരികളുടെ ഹൃദയങ്ങളിലാവട്ടെ, പരിസേയരുടെയും പുരോഹിത പ്രമുഖന്മാരുടെയും ഉള്ളിലാവട്ടെ, ഇനി സാമാന്യ ജനത്തിൻ്റെ ഉള്ളിലാവട്ടെ, കൃത്യമായി യേശുവിലേക്ക് നടന്നെടുക്കാൻ കഴിയാത്ത വിധം വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിൻ്റെ കാർമേഘങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു അപായ സൂചനയായിട്ട് കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതായത് ചോദ്യങ്ങളില്ലാതെ, സന്ദേഹങ്ങളില്ലാതെ യേശുവിനെ ഉള്ളു തുറന്ന്, ഉള്ളു വിട്ടുകൊടുത്ത് നിർമ്മലമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് സുവിശേഷമാകുന്ന മരം ഫലം നിറഞ്ഞതായി മാറുന്നത്. യേശുവിലൂടെ വെളിപ്പെടുന്ന സ്വർഗീയ അനുഭവങ്ങൾ സിദ്ധിക്കുന്നത് ആർക്കാണ് എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ക്രിസ്ത്യാനികളെന്ന് നാമമാത്രമായി കഴിയുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും സുവിശേഷത്തിൻ്റെ ഹരിതാഭ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മാമോദീസ സ്വീകരിച്ചു, പേരിന് മാത്രം ക്രിസ്ത്യാനികളായി ജീവിക്കുന്നു എന്ന അവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്കൊരിക്കലും ക്രിസ്തുവിനെ അവൻ്റെ തനിമയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. കോംപ്ലിക്കേറ്റഡ് അല്ല ഇത് ഗഹനമോ സങ്കീർണമോ അല്ല. നമ്മൾ യേശുവിനെ അനുഭവിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിർമ്മലമായി അന്ധമായി അവൻ പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കുകയും അവൻ ചെയ്ത കാര്യങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചോദ്യം ചെയ്യാതെ യേശുവിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. 100% അവനെ ട്രസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സാധിക്കാതെ വന്നാൽ നമുക്കൊരിക്കലും യേശുവിൻ്റെ ആ മനോഹാരിത, ലാവണ്യം, സൗന്ദര്യം മനസ്സിലാവുകയില്ല. ദുരന്തം എന്താണെന്നറിയാമോ? ഈ യേശുവിൻ്റെ സൗന്ദര്യം മനസ്സിലാകാതെ വന്നാൽ ക്രിസ്തീയത വളരെ ബോറാണ്. ക്രിസ്ത്യാനിറ്റി ഭയങ്കര ഭാരമുള്ളതാണ്. ക്രിസ്ത്യാനിറ്റി നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു നുഖമാണ്. ഈ ക്രിസ്തു എന്ന ആ കൃപയുടെ പൂർണ്ണതയിൽ മാത്രമാണ്, ആ സ്നേഹത്തിൽ മാത്രമാണ് ഒരാൾ സുവിശേഷത്തിൻ്റെ ആ ഉന്മാദത്തിലേക്ക്, സുവിശേഷത്തിൻ്റെ ആ ഭ്രാന്തിലേക്ക്, സുവിശേഷത്തിൻ്റെ ആ ഭാരമില്ലായ്മയിലേക്ക് പ്രവേശിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ എത്രമാത്രം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇത് പ്രവേശിക്കുന്നുണ്ടെന്ന്. എപ്പോഴും ഒരു പ്രാർത്ഥനയാണ് ആവശ്യം. അതായത് ചോദ്യം ചെയ്യാതെയും സംശയിക്കാതെയും വിമർശിക്കാതെയും ആശയക്കുഴപ്പങ്ങളില്ലാതെയും നിർമ്മലമായി ഈ ചുങ്കസ്ഥലത്ത് നിന്ന് തൻ്റെ മേശവലിപ്പ്, തുറന്നിട്ടിരുന്ന ആ മേശവലിപ്പും അതിനകത്ത് നിറഞ്ഞിരുന്ന പണവും ഒക്കെ ഇങ്ങനെ വലിച്ചടച്ച് പൂട്ടി ആ താക്കോലും മേശപ്പുറത്തിട്ടിട്ട് ചുങ്കസ്ഥലത്ത് നിന്ന് നിർനിമേഷനായി അവനെ തന്നെ നോക്കി നിന്ന് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ പിന്നാലെ
ഈ കുഴലൂത്തുകാരൻ്റെ പിന്നാലെ പോകുന്ന കുട്ടികളെ പോലെ നടന്നുപോയ ഒരു മത്തായിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ കാണാൻ വേണ്ടി ആഗ്രഹിച്ച മരത്തിൽ കയറിയിരുന്നിട്ട് നിൻ്റെ കൂടെ ഇന്ന് ഞാൻ താമസിക്കാമെന്ന ഒരു ജന്മത്ത് സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരു സ്വർഗീയ വാഗ്ദാനത്തിൻ്റെ മനോഹരമായ ഒരു പൂവ് വെച്ച് നീട്ടുമ്പോൾ എല്ലാം മറന്ന് നെഞ്ചു വരച്ച് കാലു വരച്ച് മരത്തേന്ന് വെപ്രാളപ്പെട്ടിറങ്ങി വന്ന് അവൻ്റെ പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് നടന്നു പോയൊരു ശക്കയൂസിനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അതായത് ഈ അന്ധമായി കണ്ണടച്ച് പുറകെ പോകണം. അപ്പോൾ അത് ഒരിക്കലും ജഡത്തിൻ്റെ സ്വാഭാവിക ശക്തിയിൽ സാധിക്കില്ല. അത് സ്വാഭാവിക മനുഷ്യന്, അല്ലെങ്കിൽ പൗലോസപ്പോസ്തലൻ പറയുന്ന ലൗകിക മനുഷ്യന്, ജഡിക മനുഷ്യന് അത് സാധിക്കില്ല. എപ്പോഴും ആത്മാവിൻ്റെ ഒരു മിഴി അകത്ത് തുറന്ന് കിട്ടാതെ പറ്റില്ല. കൃപയിൽ മാത്രമാണ്. വിശ്വാസം വഴി, എഫേസ്യോസ് 2:8, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഈ ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെടുന്നത് ഒരു കൃപയിൽ മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി, കർത്താവായ യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ വെച്ച് ഒരു മനുഷ്യന് നേടാവുന്ന ഏറ്റവും വലിയ നേട്ടം. ഈ ലോകത്തിൽ വെച്ച് ഒരു മനുഷ്യന് സ്വന്തമാക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം ക്രിസ്തുവാണ്. അതിനപ്പുറം ഈ ലോകത്തിൽ നമുക്കൊന്നും നേടാനില്ല. എന്തിനാണ് സത്യത്തിൽ ജീവിക്കാൻ അനുവദിച്ചത്? എന്തിനാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ മോഹന ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ ദൈവം നമുക്ക് അവസരം തന്നത്? എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിനെ അറിയാൻ, ക്രിസ്തുവിനെ പരിചയപ്പെടാൻ, ക്രിസ്തുവിനോടൊപ്പം വരാൻ പോകുന്ന ഒരു ലോകത്തിൻ്റെ ശാദ്വല തീരങ്ങളിലേക്ക് നടന്നു പോകാൻ. അതിനാണ് ഈ ഭൂമിയും ഈ ജീവിതവും. 80, 90, 100, 110 വയസ്സൊക്കെ നീളുന്ന ഒരു ജന്മത്തിനിടയിൽ ഈ ദൈവപുത്രനെ കണ്ടുമുട്ടാൻ ഇടയായില്ലെങ്കിൽ, അല്ലയോ ആ ജീവിതം എത്രയോ എത്രയോ ഭാഗ്യം കെട്ട ജീവിതമാണ്. അതെത്രയോ പരാജയപ്പെട്ടു പോയൊരു ജീവിതമാണ്. ക്രിസ്തുവിനെ അറിയാൻ പറ്റാതെ പോയി. അതുകൊണ്ട് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിലും നിങ്ങളൊരു അവിശ്വാസിയാണെങ്കിലും, ഞാൻ ഈ വചന വ്യാഖ്യാനം നടത്തുന്നതിലൂടെ ഒരു സുവിശേഷകൻ്റെ റോളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു എന്ന ഈ പൊന്നാണയത്തെ കണ്ടെത്താൻ എല്ലാം വിറ്റിറങ്ങിയ, തനിക്കുണ്ടായിരുന്നത് മുഴുവൻ വിറ്റ് ആ നിധി അന്വേഷിച്ചു പോയ ഒരു മനുഷ്യൻ്റെ കഥ സുവിശേഷം പറയുന്നത് പോലെ, ക്രിസ്തു എന്ന ഈ മഹാനിധി, ഈ അമൂല്യനിധി അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന ഒരു നിർമ്മല വിശ്വാസത്തിൻ്റെ തുറവി ഉണ്ടാകാൻ സ്വർഗം കനിയണമേ എന്ന് പ്രാർത്ഥിക്കണം. 6-ാം അധ്യായത്തിൽ ഓർക്കുന്നുണ്ടാവും, 3 തവണയാണ് നാം വായിച്ചത്. പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ, സ്വർഗത്തിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ, പിതാവ് ആകർഷിച്ചാലല്ലാതെ ഇത് ആർക്കും സാധിക്കുകയില്ല. അപ്പം നമ്മൾ നിങ്ങൾ യേശുവിനെ അടുത്ത് അറിയാൻ ഒരു അവസരം കിട്ടിയ ഒരാളാണെങ്കിൽ എപ്പോഴും അതിനോട് നന്ദിയുള്ളവരായിരിക്കണം. കാരണം ഈ 6-ാം അധ്യായം, ഈ 36 വരെയുള്ള വാക്യങ്ങൾ വല്ലാതെ ഇടറിപ്പോയ മനുഷ്യരുടെ, ക്രിസ്തു ആരാണെന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത വിധം വിഭജിക്കപ്പെട്ടു പോയ മനുഷ്യരുടെ വേദനാജനകമായ ചിത്രങ്ങൾ വരച്ചാണ് നമ്മളെ കാണിച്ചു തന്നത്. അത് വെറുതെ ഇങ്ങനെ ഒരു അലസ വായനയിൽ വായിച്ചു കളയാനുള്ളതല്ല. നമുക്ക് ഈ വിരസ നേരങ്ങളിൽ വെറുതെ മറിച്ചു നോക്കാനുള്ള വാക്യങ്ങളല്ലിത്. ഒരു ജീവിതം മുഴുവൻ ഈ വാക്യങ്ങൾക്കകത്ത് വിറങ്ങലിച്ച് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഗൗരവത്തോടെ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നിത്യതയാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളിലെ ശരിയില്ലായ്മ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നത് നിത്യതയാണ്. അതുകൊണ്ട് നിത്യത നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങളിലേക്ക് വീണു പോകുന്നതിന് പകരം നമുക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഒരകലത്തിൽ അവൻ്റെ വിരൽത്തുമ്പുകൾ ഇങ്ങനെ നമുക്ക് നേരെ നീട്ടപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ കരങ്ങളിൽ പിടിച്ച് നിലനിൽക്കുന്ന ഒരു ലോകത്തിലേക്ക് നടന്നു പോവാം. മങ്ങി മറയുന്ന
മാറി മറിയുന്ന വീണുടയുന്ന ഈ മോഹഭംഗങ്ങളുടെ മോഹനഭൂമിയിൽ നിലനിൽക്കുന്നതൊന്നുമില്ല. ക്ഷണികമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8 പറയുന്നത് പോലെ അത് വ്യർത്ഥതയ്ക്ക്, അത് ജീർണതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ഫ്യൂട്ടിലിറ്റി. വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഈ വ്യർത്ഥത എന്ന് പറയുന്ന വാക്കിന് ബൈബിള് പറയുന്ന ഒരു ഓപ്പോസിറ്റ് ഒരു വാക്കുണ്ട്. അതാണ് മഹത്വം. ജെറമിയായിൽ പറയും, സമയമുണ്ടെങ്കിൽ നിങ്ങൾ ജെറമിയ 2 വായിക്കണം. ജെറമിയായി പറയും, എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞു. മഹത്വത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് വ്യർത്ഥത, നിലനിൽപ്പില്ലാത്ത കാര്യങ്ങൾ. ഈ ഭൂമിയിൽ എല്ലാം വേണം. ആരോഗ്യം വേണം, പണം വേണം, പേര് വേണം, ബന്ധങ്ങൾ വേണം, എല്ലാം വേണം. പക്ഷേ അതെല്ലാം അത്തരം ജീവിത കാമനകളിലൂടെ കടന്നു പോകുന്ന കാലങ്ങളിലെല്ലാം ഓർക്കണം, ഇതിന് നിലനിൽപ്പില്ല. ഇത് ഇത്രയേ ഉള്ളൂ. തൊട്ടടുത്ത വളവിൽ മാഞ്ഞു പോകുന്ന മനോഹരമായ യാഥാർത്ഥ്യങ്ങൾ. മാഞ്ഞു പോകുന്നതാണ്, മനോഹരമാണ്, പക്ഷേ നിലനിൽപ്പില്ല. അതുകൊണ്ട് ഈ ഭൂമി നൽകുന്ന നന്മകളെ ഒന്നും നിഷേധിക്കാതെ നടന്നു നീങ്ങണം. പക്ഷേ നോട്ടം എപ്പോഴും മുകളിൽ ആയിരിക്കുകയും വേണം. നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി 37 മുതലുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. കുറേ കൂടി ആഴമായ വിശദീകരണങ്ങൾ, കുറേ പരന്ന വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്കത് കാണാം. നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ വചനം പഠിപ്പിക്കാൻ ദൈവം തരുന്ന ഒരു അനുഗ്രഹത്തിന് ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവനാണ്. ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ. ഇനി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ സന്തോഷത്തോടെ ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക. കൂടുതൽ വചനത്തിൻ്റെ പ്രകാശം ലഭിക്കാൻ നമുക്ക് നമ്മെ വചനത്തിൻ്റെ പാദങ്ങളിൽ അടിയറവ് വെച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.